ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലയോ? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ കൊഴുക്കട്ടയ്ക്ക് ഫില്ലിങ്ങൊക്കെ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ അകത്തു വെച്ചല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് വെറൈറ്റി ആയിട്ട് വേറെ ഐറ്റമാണ് ചേർത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത്, ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ ഇച്ചിരി ഉപ്പ് ചേർക്കുന്നേ, ഉപ്പ്, ഇച്ചിരി നെയ്യ്, ഒരു സ്പൂൺ നെയ്യ്, തേങ്ങ, ഒരു കാപ്പാത്രം തേങ്ങ എടുത്തോളൂ ഞാൻ, ഇച്ചിരി തേങ്ങ. ഇനി നമ്മളത് ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാം. ഈ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കേട്ടോ, കാണിക്കാനും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ആവശ്യമില്ല. നമുക്ക് ചൂടുവെള്ളമാണ് ഇത്. കുറേശ്ശെ ഇതിൽ ഒഴിച്ചിട്ടിങ്ങനെ ഇളക്കാം. ഒരുപാട് വെള്ളമാകരുത്. നമുക്കിത് കുറേശ്ശെ ചെയ്തെടുത്ത് ഇങ്ങനെ ഇളക്കി ചെയ്യാം. ഇത് കുഴച്ച് ഈ പരുവായാൽ മതി. കണ്ടോ, നമുക്ക് അകത്ത് ഫില്ല് ചെയ്യേണ്ടതല്ലേ. ഇത് നല്ല തിളച്ച വെള്ളമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതങ്ങ് ചെയ്തത്, ഇത് ആറിയിരിക്കുമല്ലോ. അപ്പം നമുക്ക് അകത്തിത് എടുത്ത് ചെയ്യാമല്ലോ. അല്ല ചൂടോടെ ആകുമ്പോൾ നമുക്ക് അകത്ത് ഫില്ല് ചെയ്യാൻ പാടാം. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമേ. ഞാൻ ഇതിലോട്ടൊരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ മധുരം ഉള്ളത് നല്ലതാണ്. ഒരു സ്പൂൺ ചേർക്കുന്നുള്ളൂ. അതുകൂടെ വെച്ച് ഇതൊന്ന് കുഴച്ച് വെക്കാം. കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ജീരകവും തേങ്ങയും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചേക്കുന്നത്. ഇത് അങ്ങനെ കുഴച്ച് വെച്ചേക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ആവശ്യത്തിനുള്ള അളവനുസരിച്ച് എല്ലാവരും ഇതിനകത്ത്, എനിക്ക് ഇത്രയും സാധനം മതി, ഇത് തന്നെ ഇവിടെ അവധി കൂടുതലാണ്, ഇത്രയും മതി. ഞാനത് നിങ്ങളെ കാണിക്കാൻ മാത്രമായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിന് ബാക്കിയുള്ള ചേരുവകൾ എല്ലാം റെഡിയാക്കാം. പാൻ ചൂടായ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. അതിലോട്ട് ഇനി വഴറ്റേണ്ടതെല്ലാം ഇടുവാണേ. സവോള ഇട്ടേ, സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഒത്തിരി മൂക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വഴന്നിട്ട് ബാക്കിയുള്ള ഐറ്റം കൂടി ഇടാം നമുക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണയാണെന്നുണ്ടെങ്കിൽ ശർക്കരയുണ്ടയും തേങ്ങയും ഒക്കെ നമുക്ക് അകത്ത് വെച്ചല്ലേ നമ്മൾ അത് ചെയ്യുന്നത്. കൊഴുക്കട്ട പോലും ഇതാക്കിയിട്ട് നമുക്ക് ഫില്ലിങ് അതാണല്ലോ വെക്കുന്നത്. ഇതിപ്പം വേറെ ഐറ്റമാണേ. ഇതിനോട് ഇച്ചിരി ക്യാരറ്റ് ചേർക്കുവാണേ. ക്യാരറ്റ്, ഇഞ്ചിയും വെളുത്തുള്ളി ഇത് പേസ്റ്റാണേ. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇച്ചിരി കറിവേപ്പില ഇടുക. ഇതില്ലെങ്കിൽ ഒരു ഇതില്ലല്ലോ. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ഇടാമേ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മളെന്നും ഒരേ രീതിക്ക് അല്ല ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. അതെങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഒന്ന് കഴിച്ച് നോക്കണേ ചെയ്ത്.
ശകലം ഉപ്പിടുക. ഉപ്പിട്ടു. ഉപ്പിട്ടേ ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാൻ പോവാം. ഒരു കുറച്ച്. ഒരു കളർ പിടിക്കട്ടെ. ഞാൻ ക്യാരറ്റ് തീരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. അങ്ങനെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വേഗമുണ്ടായോ. ഞാൻ തക്കാളിക്ക് ഇട്ടേ. ഒരു തക്കാളിക്ക് ഞാൻ എടുത്തേക്കുന്നത്. ഒരു സവോള എടുത്തുള്ളായിരുന്നേ. ഒരു സവോള ഒരു തക്കാളിക്ക് എടുത്തേക്കുന്നത്. തക്കാളിക്കൊന്ന് വഴന്ന് വരട്ടെ. തക്കാളിക്ക് ഏകദേശം ആയിട്ടുണ്ടേ. നമുക്കതിലോട്ട് ഇച്ചിരി കുരുമുളക് പൊടി ശകലം ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരുപാട് എരിവ് വേണ്ട. ഇത് നല്ല ഐറ്റം, ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു ചെറിയ എരിവും ഒക്കെ കിട്ടും നമുക്കതിലോ. ഞാൻ പറഞ്ഞില്ലേ വേറൊരു രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഇനി ഒരു ശകലം മുളക് പൊടി ചേർക്കുക. ഒരു നിറത്തിന് വേണ്ടി ഇതൊരു ശകലം. ഒരിച്ചിരി ഗരം മസാല. എല്ലാം കൂടെ ഒന്ന് ഇളക്കുവാണേ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ബാക്കി ചേർന്നതിന് 2 മുട്ട എടുത്തതാണേ. അതുകൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ പീസ് പീസായിട്ട് അരിയണം. അതിനാണ് ഞാൻ ഗരം മസാല ചേർത്തത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ പിന്നെ കുഴച്ച് വെച്ച മാവിലോട്ട് ഇത് ചെയ്ത് എടുക്കാം. ഉപ്പൊക്കെ ഇട്ടതാണ് ഇതിനകത്തിൽ. നമ്മൾ ചെയ്യാൻ പോവാണേ ഇത്. കൊടുത്തേണ്ട ഇതും ഉരുട്ടിയത് റെഡിയാക്കാം. ഇതിങ്ങനെ കാണാമോ? ഇങ്ങനെ ഉരുട്ടി കുറേ ചെയ്തോട്ട് വെച്ചേ. ഇങ്ങനെ ഉരുട്ടിയെടുക്കണേ. ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഓരോ ഉരുളയാക്കി ഇത് ആക്കിയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കണം, നല്ല അടിപൊളിയാണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നമ്മളെന്നും അല്ലാത്ത രീതിയിലല്ലേ ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. ഇങ്ങനെ ഇതാക്കി എല്ലാവരും ചെയ്ത് നോക്കണേ. എളുപ്പമാണ്. നമ്മൾ പിന്നെ മാവൊന്ന് കുഴയ്ക്കുന്ന അതേ ഉള്ളൂ. ചൂടുവെള്ളത്തിനകത്തല്ലയോ പെട്ടെന്ന് ഇതാകും. പിന്നെ ഇത് തയ്യാറാക്കുന്നത് ഇത് എളുപ്പമാണ്. നമുക്കൊന്ന് വഴറ്റിയെടുക്കണമെന്നല്ല ഉള്ളൂ. എളുപ്പം വഴന്ന് കിട്ടുമല്ലോ. അടുത്ത
ഇത് തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചതാണല്ലോ, ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. അത് കുറച്ച് നമുക്ക് എന്തായാലും ഇത് വെന്തിട്ടുണ്ടല്ലോ, അത് കുറച്ച് നേരം ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. വീണ്ടും കൊഴുക്കട്ട റെഡിയായേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കണേ.